എല്ലാവർക്കും നമസ്കാരം. V1 ആലുവയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. V1 ആലുവ ഇന്ന് വന്നിരിക്കുന്നത് ആലുവ KSRTC സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ്. ആലുവ MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പണിത വളരെ മനോഹരമായിട്ട് പണിത ആലുവ KSRTC സ്റ്റാൻഡിൻ്റെ അകത്തളം കാണുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്തൊരു ആത്മസംതൃപ്തി തന്നെയാണ്. അതോടൊപ്പം തന്നെ പറയാണ്, വളരെ ഗംഭീരമായിട്ടാണ് പണിതിരിക്കുന്നത്. 3-4 മാസങ്ങളായിട്ടുള്ളൂ ഈ സ്റ്റാൻഡ് പണിതിട്ട്. എന്നാൽ 4 മാസമായപ്പോഴേക്കും ഈ നമ്മുടെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഈ ഗ്രില്ലിൻ്റെ ഒരു വശം ഇടിച്ച് തകർത്ത് നാശാവിശേഷമാക്കിയിരിക്കുകയാണ്. ആകെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഈ വീഡിയോ V1 ആലുവ ചെയ്യുന്നത് അധികാരികളുടെ മുന്നിൽ ഈ അവസ്ഥ മനസ്സിലാക്കുവാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. ആരെയും കുറ്റപ്പെടുത്തുവാതെ തന്നെയാണ് V1 ആലുവ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക്. അധികാരികൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഈ പ്ലാറ്റ്ഫോം ഇത്രയും വീതിയുണ്ട്. ഇവിടുന്ന് വണ്ടി ഇങ്ങോട്ട് നീക്കിയിട്ടാലും കുറച്ചിങ്ങോട്ട് നീങ്ങി പോകാവുന്ന അവസ്ഥയുള്ളൂ. പക്ഷേ ഇത് ഇവിടുത്തെ KSRTC ജീവനക്കാർ വണ്ടി ഒന്ന് ഇടിപ്പിച്ചേക്കുന്നതാണോ, ഇനി മനഃപൂർവ്വം ഇടിപ്പിച്ചേക്കുന്നതാണോ, അറിയാതെ തട്ടിയിരിക്കുന്നതാണോ, എന്തൊക്കെ വന്നാലും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാരണം ഈ വളരെ മനോഹരമായ ഈ പാതയോരത്ത് ഇങ്ങനെ പണിതിരിക്കുന്ന ഈ വാരിക്കാടിൻ്റെ സൈഡിൽ കൂടി വാഹനം കൊണ്ടുപോകുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ ഡ്രൈവർമാരൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. സുലൈമാനിക്ക, എല്ലാ കാര്യങ്ങളിലും സുലൈമാനിക്ക് ഇടപെടാറുണ്ട്, നല്ല കാര്യങ്ങൾക്കൊക്കെ. സൂപ്പർ ഫാസ്റ്റ് എല്ലാം എല്ലാ വണ്ടിക്കും സ്റ്റോപ്പ് അനുഭവിച്ച ഞാനാണ്. പിന്നെ ഇപ്പൊ മറ്റേ വാഴക്കുളം സർവീസിന് 1 മാസമായി കയറി ഇറങ്ങി നടക്കുന്നത്. അപ്പൊ ഗ്രാമ വണ്ടി ഒരു 5 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. 8:30 ആലുവയ്ക്ക് വരുന്നുണ്ട് വണ്ടി, വിദ്യാർത്ഥികൾക്ക് പോകാൻ. അപ്പൊ ട്രാൻസ്പോർട്ടിൽ കയറി ഇറങ്ങി നടന്നിട്ട് അവരിങ്ങനെ ഒരേ ദിവസവും അവധിയും പറയാണ്. അപ്പൊ ഇന്നും ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ വന്നേക്കണാണ്. ഞങ്ങളും ഇങ്ങോട്ട് അപ്രതീക്ഷിതമായിട്ട് വന്നതാണ്. അപ്പൊ ഇവിടെ എല്ലാം ഈ സൈഡിലൊക്കെ ഇടിഞ്ഞു പോയിരിക്കാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അത് എത്രയും പെട്ടെന്ന് നന്നാക്കിക്കണം. ATOനെ വിളിച്ച് കാണിക്കാം. ATOനെ വിളിച്ച് കാണിക്കാം. ഇങ്ങനെയുള്ള ഇത് നമ്മൾ എത്രയും പാടി വെച്ച് വർഷങ്ങളോളം കാത്തിരുന്ന ഈ സ്റ്റാൻഡ് നശിപ്പിക്കുകയാണ് നിങ്ങൾ. അപ്പൊ ATOനെ ഇപ്പൊ തന്നെ വിളിച്ചുകൊണ്ടുവരാം. കുട്ടമശ്ശേരിക്കാരൻ സുലൈമാനിക്കാനെ ഞങ്ങളിവിടെ കണ്ടുമുട്ടിയത്. ATOനെ വിളിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങോട്ട് പോയേക്കാണ്. ഏതായാലും ഈ ഇടിച്ചു പൊളിച്ച് കളഞ്ഞത് ആരാണോ, മനഃപൂർവ്വം ഇടിച്ചു പൊളിച്ച് കളഞ്ഞതാണെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ഇത് പുതുക്കി പണിയുവാനുള്ള സാമ്പത്തികം ഞങ്ങൾ മേടിച്ച് പണിയിക്കുന്നതായിരിക്കും. അല്ലാതെ അറിവില്ലായ്മയുടെ കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ ഇത് വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഈ KSRTC സ്റ്റാൻഡിൻ്റെ അകത്തുള്ള ഈ കൈപാതയിൽ ഇങ്ങനെ മോശമായിട്ടിരിക്കുന്നു, തല്ലിപ്പൊളിച്ചിരിക്കുന്നു, തകർത്തിരിക്കുന്നു. ആലുവ KSRTC സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ആലുവക്കാർക്ക് അഭിമാനിക്കുന്ന ഒരു കാര്യമാണ്. നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ആലുവ KSRTC സ്റ്റാൻഡ് വളരെ മനോഹരമായിട്ട് തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. 3-4 മാസമായിട്ടുള്ളൂ ഇവിടെ പണി കഴിപ്പിച്ചിട്ട്. എന്നാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ, ഇത് ബഹുമാനപ്പെട്ട MLAയുടെ മുന്നിലേക്കുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങളിത് ചിത്രീകരിക്കുന്നത്. MLA ഇത് വളരെയധികം ശ്രദ്ധിക്കുക. ഈ പരിസരം വളരെ വൃത്തിയായി സൂക്ഷിക്കുവാൻ നേതൃത്വം ബഹുമാനപ്പെട്ട MLA മുൻകൈയെടുത്ത് ചെയ്യണം. V1 ആലുവയ്ക്ക് വേണ്ടി ക്യാമറമാൻ അബുലൈസിനൊപ്പം വിനോദ് ചാക്യാർ, ആലുവ. ലോകം മനസ്സോ